ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ദുഃഖവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ എൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോയി. 1000 യൂസ്ഡ് അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന ടൈമായിരുന്നു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇന്നലെ ഏകദേശം ഒരു രാത്രി 9 മണിക്ക് ശേഷം 9:30 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കിവിടെ ഒരു സെൽ ടു ബൈ ഓർഡർ ബ്ലോക്ക്, ഇവിടെ ഒരു ഈ ഒരു ഏരിയയിൽ സെൽ ടു ബൈ ഓർഡർ ബ്ലോക്ക് ഇന്നലെ ഫോം ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഏരിയയിൽ ബൈ ടു സെല്ല് ഓർഡർ ബ്ലോക്കും ഇന്നലെ ഫോം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടോ, ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് കയറി, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ മൈൻഡിൽ മാർക്കറ്റ് ഇതാ ഇങ്ങോട്ടേക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു 0.8 ബൈ എടുത്തു. എന്നിട്ട് അതിൻ്റെ ടാർഗറ്റ് ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് വെച്ചു. അങ്ങനെ അപ്പോൾ ഇന്നലെ ഈ ഒരു സംഭവം ചെയ്തു. മാർക്കറ്റ് 0.8 ആണെന്നുണ്ടെങ്കിൽ ലോസ് ഭയങ്കരമായിട്ട് കയറും. മാർക്കറ്റ് ഒരു ഒറ്റ ഇറക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബൈ ചെയ്ത് കൊടുത്തുനിന്ന് മാർക്കറ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും കൊണ്ട് ഇറങ്ങി വന്ന് മാർക്കറ്റ് താഴെ വരെ ഒറ്റ പോക്ക് പോയി. ഇവിടം വരെ പോയപ്പോൾ എൻ്റെ ലോസ് ഭയങ്കര കൂടുതലായി. അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, സെല്ല് ബുക്ക് ചെയ്തു 0.8 തന്നെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ലോസ് ഇനി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സെല്ല് ബുക്ക് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയുന്നത് ഹെഡ്ജിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടായ ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ്ജ് ചെയ്താൽ മതിയാവും. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു പോയി. മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് റിക്കവറായി, വീണ്ടും പൊന്തി മാർക്കറ്റ് റിക്കവറായി. ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഞാൻ സെല്ല് കൊടുത്തത്. മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു, മേലേക്ക് വീണ്ടും പോയി ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്താ പറയുക, ഞാൻ TP സെറ്റ് ചെയ്തതൊക്കെ ക്ലോസ് ആയി. അതുപോലെ ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഇതിൽ മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ എല്ലാ പ്രാവശ്യം ഇതിൽ മിറ്റിഗേറ്റ് ചെയ്യണ സമയത്ത് ഞാൻ സെല്ല് കൊടുത്ത് മാർക്കറ്റ് വീണ്ടും അടിക്ക് ഇറങ്ങാറാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇതിൽ മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് പിന്നെ വീണ്ടും ഇങ്ങനെ ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അവിടെയും മാർക്കറ്റ് എന്നെ ചതിച്ചു. എന്ത് ചെയ്തു, ഞാൻ ഇവിടെ സെല്ല് കൊടുത്തു, ഇവിടെ ഓൾറെഡി എൻ്റെ ഒരു സെല്ലുണ്ട്. ഈ സെല്ല് ഇവിടെ എത്തിയപ്പോൾ ലോസ് ഒരുപാട് കൂടി. ഇവിടുന്ന് ഞാൻ സെല്ല് കൊടുത്തപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും മേലേക്ക് പോയി. അങ്ങനെ ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് റിജക്ട് ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോയി 40-80 വരെ പോയി. 50 വരെ പോയാൽ എൻ്റെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ടായി. അപ്പോൾ ആദ്യം നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഡിസിപ്ലിനിലാണ് വന്നിരുന്നത്. കുറേ ദിവസമായിട്ട് നമ്മളൊരു ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്തിട്ടാണ് വന്നിരുന്നത്. പെട്ടെന്ന് എന്താ പറയുക, എൻ്റെ ഇമോഷൻസ് കാര്യങ്ങൾ, ശരിക്കും നമ്മൾ നല്ല ക്ഷമ വേണം. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ക്ഷമ വേണം. ക്ഷമയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രശ്നമാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അക്കൗണ്ട് മൊത്തം പോയി. പക്ഷേ മാർക്കറ്റ് വന്നിട്ട് ഇവിടം വരെ എത്തി. വാഷ് ഔട്ട് ആയതിനു ശേഷം വീണ്ടും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഈ റേഞ്ച് വരെ പോയി. ഞാൻ ഇവിടെ എടുത്ത സെല്ല് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ സെല്ലിന് നല്ല പ്രോഫിറ്റ് വരേണ്ടതാണ്. അതേപോലെ ഈ സെല്ലിന് നല്ല പ്രോഫിറ്റ് വരേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യുക, ഭാഗ്യമില്ല. കുറച്ചൊക്കെ ലക്കും ഫാക്ടറാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ ഒന്നീന്ന് വീണ്ടും തുടങ്ങും ഞാൻ. അതേപോലെ നിങ്ങളും ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടെ ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.